കാസർഗോഡ് കാഞ്ഞങ്ങാട് നഗരസഭയുടെ പിന്തുണയോടെ ഇറക്കിയ അതിയാമ്പൂർ റൈസ് വിപണിയിലേക്ക് ഇത് 5ാം തവണയാണ് അതിയാമ്പൂർ റൈസ് എന്ന പേരിൽ അരി വിപണിയിലെത്തിക്കുന്നത്. നെൽകൃഷിക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. സുജാത വിതരണ ചടങ്ങിനിടെ പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. സുജാത മുൻകൈയെടുത്ത അതിയാമ്പൂർ റൈസ് ബ്രാൻഡ് 5ാം തവണയാണ് വിപണിയിൽ വിജയഗാഥ രചിച്ചത്. നഗരസഭയുടെ 4ാം വാർഡ് അംഗങ്ങളും അതിയാമ്പൂർ കർഷക കൂട്ടായ്മയും അത്തിക്കണ്ടം വയലിൽ നടത്തിയ ജൈവ നെൽകൃഷിയാണ് വൻ വിജയമായത്. ജൈവ കൃഷിയിലൂടെ 1839 കിലോഗ്രാം നെല്ലാണ് ലഭിച്ചത്. 5 കിലോ വീതമുള്ള പാക്കറ്റുകളിലാക്കി നാട്ടിലെ മുഴുവൻ ആളുകൾക്കും വിതരണം ചെയ്ത ശേഷം ബാക്കിയുള്ളവ മാർക്കറ്റിൽ വിൽക്കാനാണ് ആലോചന. നെൽകൃഷി നടത്തിയ കർഷകർക്കാണ് എല്ലാവിധ ക്രെഡിറ്റും നൽകേണ്ടതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. സുജാത പറഞ്ഞു. അതൊരു മാതൃകയാണ്. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ കൃഷിയിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിന്. ഇനിയും തരിശായി കിടക്കുന്ന ധാരാളം ഭൂമി ഈ വാർഡിനകത്തുണ്ട്. അതൊക്കെ തന്നെ ഉപയോഗപ്രദമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തു നിന്നും തുടർന്ന വർഷങ്ങളിൽ ഉണ്ടാകണം. അതിയാമ്പൂരിൽ നടന്ന വിതരണ ചടങ്ങ് മുൻ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി. അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. എം. രാഘവൻ, എ.കെ. ആൽബർട്ട്, കെ. പുഷ്പലത, എ.കെ. രസിക്, അർജുൻ പാറക്കാട്ട്, മുനിസിപ്പൽ ജീവനക്കാരൻ ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, കാസർഗോഡ്.